ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് തേങ്ങാ ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടി നാളികേരം, ചുവന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില എടുക്കാം. ഇതെല്ലാം നമുക്ക് അടിച്ച് ചേർക്കാം. ഒരു ചെറിയ പുളിക്ക് വേണ്ടി മാങ്ങയോ അല്ലെങ്കിൽ കുറച്ച് മോരോ തൈരോ അല്ലെങ്കിൽ പുളി കുറച്ച് എല്ലാതും കുറച്ച് ഏതെങ്കിലും ആഡ് ചെയ്യാം, ഏതെങ്കിലും ഒന്ന്. അപ്പോൾ നമുക്കൊരു ചെറിയ പുളിപ്പുണ്ടായിരിക്കും, കുറേ നേരം കേടാവാണ്ട് നിൽക്കുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് അടിച്ചെടുക്കാം. ഉപ്പും കൂട്ടിയിട്ട് അടിച്ചെടുക്കാം. വേപ്പിലിടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പിൽ വേപ്പിലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ താളിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് പാൻ വെച്ച് കൊടുക്കാം. പാനിന്ന് വെള്ളമൊക്കെ വറ്റി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒരു ടേബിൾ സ്പൂണാണ്, ചെറിയ സ്പൂൺ ഉണ്ടാവില്ലേ, അതിട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് ചമ്മന്തി നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കൂട്ടാവുന്ന സിമ്പിളായിട്ടുള്ള ചട്നിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇടയ്ക്ക്. ഇനി അതിലേക്ക് കുറച്ച് 2 ഉലുവ ഇട്ട് കൊടുക്കാം, 2-3 ഉലുവ. ഇനി അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളക് 2 കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണയൊക്കെ കയറി നമ്മൾ ചട്നി കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ചട്നി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ തിളച്ചിട്ടുണ്ട്, ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. Thank you for watching.